നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ വരുന്ന ചേഞ്ചസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അത് കൂടുതലും ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോളോ മെസ്സേജോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ. സൂൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വളരെ പെട്ടെന്ന് തന്നെ അവരിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്തരം ഒരു എനർജി ഇവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത്. മേ ബി എന്തെങ്കിലും ഒരു തടസ്സം കാണുമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ചിലപ്പോൾ സാധിക്കാതെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. മേക്ക് എ ചോയ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്, ടിൻ ഫ്ലെയിം സ്റ്റേജസ് കാർഡ് കിട്ടിയിട്ടുണ്ട്, ലോയാലിറ്റി കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിൽ നിന്ന് പോയിട്ടുള്ളത് ഇപ്പോൾ എന്ത് റീസൺ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പിണക്കമൊക്കെ വന്ന് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരാനുള്ള റീസൺ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് അവർക്ക് ഉണ്ടായിരിക്കാം മുന്നിലേക്ക്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അവർക്കുള്ളത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് വഴികൾ അവരുടെ മുന്നിൽ തെളിയുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഏത് രീതിയിലൂടെ കോൾ ചെയ്യണം, മെസ്സേജ് ചെയ്യണം, അതൊക്കെ അങ്ങനെ ഒരു എനർജി എന്താണെങ്കിലും അവർ തിരികെ വരാനായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടിൻ ഫ്ലെയിം സ്റ്റേജസ് ആണ്. കുറച്ച് പേരെങ്കിലും നിങ്ങൾ ടിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആയിരിക്കാം. ഒരു ഭയങ്കരമായിട്ട് സ്നേഹത്തിലല്ല, ഭയങ്കരമായിട്ട് വഴക്കിടുമല്ല, രണ്ടും മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പോകും. കുറേ നാൾ ഭയങ്കര ഇഷ്ടത്തിലും ഒരു പ്രശ്നമില്ലാതെ പോയെങ്കിലും ഇടയ്ക്കൊരു പിണക്കം വരും, പിന്നെയും റിയൂണിയൻ ഉണ്ടാവും, പിന്നെയും പിണക്കം വരും. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ ഇങ്ങനെ പോവാണ്. അത് ഒരു ടിൻ ഫ്ലെയിം ജേണി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഒരു എന്താണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയൊക്കെ തന്നെ ഒരു ടിൻ ഫ്ലെയിം സ്റ്റേജസ് ആയിരിക്കാം. അതില്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ വാല്യൂസ് റിയലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ആവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പിണക്കങ്ങൾ വരും. വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ സ്ട്രെങ്ത് എടുത്ത് നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വീണ്ടും റിയൂണിയൻ ഉണ്ടാവും. ഈ റിയൂണിയൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വലിയ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് വലുതെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം ഇതുവരെ പിണങ്ങി ഇരുന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും മിണ്ടി തുടങ്ങി കഴിയുമ്പം എന്തിനാണ് പിണങ്ങിയതെന്ന് പോലും നിങ്ങൾ പിന്നെ ഓർക്കുന്നില്ല. കാരണം അതുപോലെ നിങ്ങൾ ഭയങ്കര ഹാപ്പിയോട് കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്. വീണ്ടും എന്തെങ്കിലും ഒരു പിണക്കം വരും, പിന്നെയും മിണ്ടി തുടങ്ങുമ്പോൾ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും വളരെ ലോയലായിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ പേർക്കും ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ കാണാനുള്ള ഒരു സാധ്യത മീൻസ് പറയുമ്പോൾ മറ്റൊരാളോട് ചിലപ്പോൾ നിങ്ങൾ പിണങ്ങിയിട്ടുള്ള റീസൺ ഇതാണെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് പരസ്പരം നിങ്ങൾ മീൻസ് വഴക്കിടുന്ന സമയത്ത് നിങ്ങൾക്കത് വലിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ വീണ്ടും മിണ്ടിക്കഴിയുമ്പം ഈ ചെറിയ കാര്യമായിട്ട് ആയിരുന്നല്ലോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒന്ന് പിണക്കം വന്നു അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയാണ്, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണേ ഇന്ന പോലെ പിണങ്ങി ഇതാണ് റീസൺ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്ന അത്തരം പിണക്കങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ വന്നു പോവാറുള്ളൂ. പക്ഷെ നിങ്ങൾ കുറച്ച് നാളത്തേന് മിണ്ടാണ്ടിരിക്കുന്നു, വീണ്ടും റിയൂണിയൻ ഉണ്ടാവുന്നു, അങ്ങനെ പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി റീഡിങ്ങിൽ കാണുന്നുണ്ട്. അത് നേരിട്ട് കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ നിങ്ങളിലേക്ക് ആ ഒരു മിറക്കിൾ പോലെ വരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ ഫീൽ ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ടിൻ ഫ്ലെയിം ഈസ് നിയർ എന്നുള്ളൊരു കാർഡാണ്. സോ അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും നിങ്ങൾ കൂടുതൽ പേരും ഇവിടെ ടിൻ ഫ്ലെയിമിലുള്ളൊരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട്. മുൻപേ നമ്മൾക്ക് ടിൻ ഫ്ലെയിം സ്റ്റേജസിലുള്ളൊരു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കുറച്ച് പേരുടെയെങ്കിലും അങ്ങനെ ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മിററിങ് പോലെയൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണും അത്തരമൊരു ഫീലിങ്സും ഒക്കെ തന്നെ തോന്നാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാസ്റ്റിലെ കണക്ഷൻ ഈ ഒരു പേഴ്സണെ കണ്ട സമയത്തൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു പാസ്റ്റിലെ കണക്ഷനൊക്കെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. മുൻപെങ്ങോ കണ്ടതുപോലെയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അട്രാക്ഷനൊക്കെ തോന്നി നിങ്ങൾ അധികം വൈകാണ്ട് തന്നെ റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. സോ എന്താണെങ്കിലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട്. അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മറ്റു 2 കാർഡ്സ് എന്ന് പറയുന്നത് ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗോഡസ് ഓഫ് ദ മൂൺ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ പേർക്കും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആകാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ കുറച്ചൊന്ന് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറേ പേർക്ക് ഇതിലൊരു ടെൻഷൻ, നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി എങ്ങാനും നിങ്ങൾ മൂവ് ഓൺ ആവുമോ, അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇനി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഭയമാണ്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മേ ബി നിങ്ങൾ കുറേ പേര് സൈലൻ്റ് ആയിരിക്കാം, കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവർക്കൊരു സങ്കടം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ ഒരുപാട് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചേഞ്ച്, ഉടനെ വരുന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റമെന്ന് പറയുന്നത് പോലും ഒരു ന്യൂ ബിഗിനിങ് ആണ്. അത് ഇപ്പോൾ ഉടനെ തന്നെ ഒരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ നിങ്ങളിലേക്ക് അവർ വരാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് ഇവിടെ കിട്ടുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ എന്നൊരു മെസ്സേജാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ആ ഒരു പേഴ്സൺ എപ്പോഴും ഒരു പ്രതീക്ഷയാണ്. ലൈഫിൽ പല സിറ്റുവേഷനിലും സ്റ്റക്കായിട്ട് നിൽക്കുന്ന പല സിറ്റുവേഷൻസും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു സമയത്തൊക്കെ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഒരു പ്രതീക്ഷ അവർക്കുള്ളത്. ലൈഫിൽ മുന്നോട്ട് മീൻസ് ലൈഫ് സ്റ്റക്കായി പോയിടത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ചിന്തിക്കുന്നത് പോലും നിങ്ങളൊരു പ്രതീക്ഷ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് പോലും എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് യു ആർ മൈ ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് ഐ എം സോ റെസ്റ്റ്ലെസ് കാൻ ഡു എനിത്തിങ് വിത്തൗട്ട് യു എന്നൊരു മെസ്സേജാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്തത് തന്നെയാണ് ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, നിങ്ങളുടെ പിക്ചറൊക്കെ തന്നെ അവർ എടുത്ത് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളെ മിസ്സ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ പിക്ചർ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് ഐ വാണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ, ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫോർഗീവ് മീ എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാക്കിയതിനുള്ള ഒരു മെയിൻ റീസൺ ചിലപ്പോൾ അവരായിട്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അങ്ങനെ പിണങ്ങിയതായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആയിക്കോട്ടെ ഒക്കെ തന്നെ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്ന് അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ അത് അവർ കാരണമാണോ എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ ക്ഷമിക്കുമോ എന്നുള്ളൊരു പേടിയും അവർക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള മെസ്സേജസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്.